കേരളത്തെ നടുക്കിയ നവജാത ശിശുവിന്റെ മരണത്തിൽ പ്രതി പെറ്റമ്മ തന്നെയെന്നത് നടുക്കത്തോടെയാണ് നാം കേട്ടത്. പ്രതിയായ 21-കാരിയും അവിവാഹിതയുമായ അമ്മ അഞ്ജുവിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. പത്തനംതിട്ട മെഴുവേലിയിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. വീട്ടിൽ പ്രസവിച്ചതിന് തൊട്ടു പിന്നാലെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ കുഞ്ഞിന്റെ വായ പൊത്തിപ്പിടിച്ചുവെന്ന് യുവതി മൊഴി നൽകിയിരുന്നു. ചേമ്പിലയിൽ പൊതിഞ്ഞ് അയൽവീടിന്റെ പറമ്പിൽ തള്ളിയെന്നും യുവതി സമ്മതിച്ചു. കാമുകിൽ നിന്നാണ് ഗർഭിണിയായതെന്നും അവിവാഹിതയും ബിരുദ വിദ്യാർത്ഥിനിയുമായ 21-കാരിയുടെ മൊഴിയിലുണ്ട്. തെളിവെടുപ്പിനിടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന യുവതി പൊട്ടിക്കരഞ്ഞു. എങ്ങനെയാണ് ക്രൂരകൃത്യം ചെയ്തതെന്നും യുവതി അക്കമിട്ട് പോലീസിനോട് വിശദീകരിച്ചു. കുഞ്ഞിന്റെ കൊലപാതകത്തിൽ അമ്മയെ ഇലവുംതിട്ട പോലീസാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ഇന്നലെ തെളിവെടുപ്പിനായി യുവതിയെ മെഴുവേലിയിലെ വീട്ടിലേക്ക് എത്തിച്ചു. പൊക്കിൾക്കൊടി മുറിച്ച കത്തി കണ്ടെടുക്കുന്നതിനാണ് പ്രധാനമായും വീട്ടിൽ പരിശോധന നടത്തിയത്. വൈകിട്ട് 4ഓടെ വീട്ടിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയ ശേഷം തിരികെ സ്റ്റേഷനിലേക്ക് എത്തിച്ചു. വീട്ടിലെ അടുക്കളയിലെ അലമാരയുടെ മുകളിൽ നിന്ന് പൊക്കിൾക്കൊടി മുറിക്കാൻ ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തു. പ്രതിയെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയും നടത്തി. DNA പരിശോധനയ്ക്കായി രക്തസാമ്പിളുകളും ശേഖരിച്ചു. കൂടുതൽ ചോദ്യം ചെയ്യലിനും മറ്റു നടപടികൾക്കും ശേഷം കോടതിയിൽ ഹാജരാക്കി. ഇലവുംതിട്ട SHO TK വിനോദ് കൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് ഉച്ചയോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വീട്ടിലെ ശുചിമുറിയിൽ അഞ്ജു പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ചേമ്പിലയിൽ പൊതിഞ്ഞ് അയൽവീട്ടിലെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ കുഞ്ഞ് മരിച്ചെന്നാണ് പോലീസ് കണ്ടെത്തൽ. ശുചിമുറിയിൽ പ്രസവിച്ചതും വീടിനോട് ചേർന്ന അയൽവീട്ടിലെ പറമ്പിലേക്ക് ചേമ്പിലയിൽ പൊതിഞ്ഞ് പെൺകുഞ്ഞിനെ വലിച്ചെറിഞ്ഞതുമെല്ലാം തെളിവെടുപ്പിനിടെ 21-കാരി പോലീസിനോട് വിശദീകരിച്ചു. ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ അഞ്ജുവിനെ ഉച്ചയോടെയാണ് ഇലവുംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതിയുടെ മെഴുവേലിയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമ്പോൾ നാട്ടുകാരടക്കം വൻ ജനക്കൂട്ടം സ്ഥലത്തുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രക്തസ്രാവത്തെ തുടർന്ന് 21-കാരി ചെങ്ങന്നൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. സംശയം തോന്നിയ ഡോക്ടർ ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് കുഞ്ഞിനെ പ്രസവിച്ച കാര്യം പ്രതി സമ്മതിച്ചത്. തുടർന്ന് ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ച ഇലവുംതിട്ട പോലീസ് യുവതിയുടെ വീട്ടിലെത്തി പരിശോധന നടത്തി. കുഞ്ഞിന്റെ തലക്കേറ്റ പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിലും കണ്ടെത്തിയിരുന്നു. വിശദമായ മൊഴിയെടുക്കലിന് ശേഷമാണ് പോലീസ് അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയത്. വലിച്ചെറിഞ്ഞപ്പോൾ തലയിടിച്ചാണ് കുഞ്ഞ് മരിച്ചതെന്ന് പോലീസ് പറയുന്നു. എന്നാൽ ഗർഭിണിയായതും പ്രസവിച്ചതും വീട്ടുകാർക്ക് അറിയില്ലായിരുന്നുവെന്ന അഞ്ജുവിന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. എന്നാൽ വീട്ടിലേക്ക് പോലീസ് വന്നപ്പോഴാണ് കുഞ്ഞിന്റെ വിവരം അറിഞ്ഞതെന്ന് 21-കാരിയുടെ മുത്തശ്ശി പറഞ്ഞു. അസുഖമാണെന്ന് പറഞ്ഞ് അതേ ദിവസം രാവിലെ ആശുപത്രിയിലേക്ക് പോയതാണ് യുവതിയെന്നും മറ്റൊരു വിവരങ്ങളും അറിയില്ലെന്നും മുത്തശ്ശി പറഞ്ഞിരുന്നു. ബന്ധുക്കളെയും എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ വരും ദിവസങ്ങളിൽ പോലീസ് ചോദ്യം ചെയ്യും. ഗർഭത്തിന് ഉത്തരവാദിയായ ആൺസുഖത്തിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. കുഞ്ഞുമായി കുളിമുറിയിൽ വീണപ്പോഴാണ് പരിക്കേറ്റതെന്നും കുഞ്ഞ് മരിച്ചെന്നുമാണ് ആദ്യം യുവതി നൽകിയ മൊഴി. എന്നാൽ ഈ മൊഴി വിശ്വാസത്തിലെടുക്കാതെ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുകയായിരുന്നു. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് കുഞ്ഞിന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ ക്ഷതം എങ്ങനെയുണ്ടായെന്നതാണ് ഫോറൻസിക് സർജൻ പരിശോധിച്ചത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് യുവതി അറസ്റ്റിലായതും. കഴിഞ്ഞ 17-ന് പുലർച്ചെ 4 മണിക്ക് വീടിന്റെ ശുചിമുറിയിൽ യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകുകയായിരുന്നു. പൊക്കിൾക്കൊടി വേർപെടുത്തിയ ശേഷം കുഞ്ഞിനെ ചേമ്പിലയിൽ പൊതിഞ്ഞ് സമീപത്തെ പറമ്പിലെ വാഴയുടെ ചുവട്ടിൽ കൊണ്ടിടുകയായിരുന്നു യുവതി. രക്തസ്രാവം നിലയ്ക്കാതെ വന്നപ്പോൾ കിടങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സ്ഥിതി വഷളായതിനെ തുടർന്ന് ചെങ്ങന്നൂർ അങ്ങാടിക്കലിലെ ഉഷ നഴ്സിംഗ് ഹോമിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ എത്തിയ യുവതിയെ പരിശോധിച്ചപ്പോൾ പ്രസവം നടന്നുവെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. എന്നാൽ താൻ പ്രസവിച്ചിട്ടില്ല എന്ന നിലപാടായിരുന്നു യുവതിക്ക്. ഡോക്ടർ ഏറെ നേരം ചോദ്യം ചെയ്തപ്പോൾ താൻ പ്രസവിച്ചുവെന്നും പ്രസവത്തോടെ കുഞ്ഞ് മരിച്ചുപോയെന്നും യുവതി പറഞ്ഞു. തുടർന്ന് ഡോക്ടർ ഇലവുംതിട്ട പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ തിരച്ചിലിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കുഞ്ഞു ജനിച്ച വിവരം ആരും അറിയാതെ മറച്ചുവെക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ശുചിമുറിയിൽ ജനിച്ച പെൺകുഞ്ഞിനെ സമീപത്തെ പുരയിടത്തിലേക്ക് കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. നവജാത ശിശുവിന്റെ മൃതദേഹം സംസ്കരിക്കാൻ യുവതിയുടെ വീട്ടുകാർ തയ്യാറായതോടെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയിരുന്നു. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും അടുത്ത ദിവസം സ്ഥലം സന്ദർശിക്കുമെന്നും ഫോറൻസിക് സർജൻ അറിയിച്ചുവെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിരുന്നു. രക്തസ്രാവത്തെ തുടർന്ന് യുവതി ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് കുഞ്ഞുണ്ടായ വിവരം പുറം ലോകം അറിയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ കാമുകനായ ഇലവുംതിട്ട സ്വദേശിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു. വിവാഹം കഴിക്കാനും തീരുമാനിച്ചിരുന്നു.
കുമ്പഴയിലെ ലോഡ്ജിലും മറ്റുമായി പലതവണ ശാരീരിക ബന്ധവും ഉണ്ടായിട്ടുണ്ട്. യുവതി ഗർഭിണിയായ വിവരം ഈ യുവാവിനും അറിയാമായിരുന്നു. എന്നാൽ പ്രസവ തീയതി കണക്ക് കൂട്ടിയത് തെറ്റിയതാണ് ഇരുവർക്കും വിനയായത്. സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആകും പ്രസവമെന്നാണ് ഇരുവരും കണക്ക് കൂട്ടിയത്. എന്നാൽ മാസം തികഞ്ഞാണ് യുവതി പ്രസവിച്ചതെന്നാണ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നത്. കുട്ടിയുടെ ദേഹത്ത് മറ്റു മുറിവുകളില്ല എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ഗർഭിണിയായതും പ്രസവിച്ചതും വീട്ടുകാർക്ക് അറിയില്ലായിരുന്നുവെന്നും പ്രസവശേഷം പൊക്കിൾക്കൊടി അറുത്തത് പോലും താൻ ഒറ്റയ്ക്കാണെന്നുമാണ് യുവതി പോലീസിനോട് പറഞ്ഞത്. സ്ഥലത്തെ പഞ്ചായത്ത് അംഗത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. ചേമ്പിലയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം. കാമുകിൽ നിന്നാണ് ഗർഭിണിയായതെന്നും യുവതി പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. ഗർഭിണിയായ വിവരം വീട്ടുകാർ അറിഞ്ഞില്ല എന്നും പ്രസവ സമയത്ത് കുളിമുറിയിൽ വീണതായും യുവതിയുടെ മൊഴിയിലുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് പോലീസ്. കേസിലെ വകുപ്പുകളിൽ മാറ്റം വരുത്തി പോലീസ് റിപ്പോർട്ട് കോടതിക്ക് നൽകി. എന്തായാലും നാടിന് നടക്കുന്ന അല്ലെങ്കിൽ മനസാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന സംഭവങ്ങളാണ് കേരളത്തിൽ നിന്ന് ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകൾ. എങ്ങനെയാണ് ഒരു പെറ്റവയറിന്, എങ്ങനെയാണ് നൊന്ത് പ്രസവിച്ച ഒരു പെറ്റവയറിന് ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഏത് സാഹചര്യത്തിലും സാധിക്കുക എന്നുള്ളതും മലയാളികളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്, വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.